കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, പാസ്റ്റേബിയും അവിടെയുള്ള ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീം, എല്ലാവർക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. എനിക്കിന്ന് പകൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ 2 കസിൻസ്, എൻ്റെ കുടുംബ അംഗങ്ങൾ ഇവിടെ ഉണ്ട്. സിസ്റ്റർ സുബി ഈ സഭയിലാണ് കടന്നു വരാറുള്ളത്. സിസ്റ്റർ സുബി ഇവിടെ ഉണ്ട്. അതുപോലെ എൻ്റെ കസിൻ സിസ്റ്റർ സുനിലയും, അതുപോലെ ഹസ്ബൻഡ് പാസ്റ്റർ ജോയ്, ഒരു 3 പേരും അവിടെ ഇരിക്കുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ പിതാവിൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ്. ആമേൻ. വളരെ സന്തോഷമുണ്ട് അവരോട് കൂടെ ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്വർഗം തരുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം, ആമേൻ, അതാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആമേൻ. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനത്തിൻ്റെ ആ ദൂതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാസ്റ്റർ രവി പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ 2 സെഷനിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച ദൈവവചന ഭാഗത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് കടന്നു വരാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് 1-4. അപ്പോസ്തലരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പെന്തിക്കോസ്ത് എന്ന തീം, ഈ 10 ദിവസം ദൈവസഭ പ്രാർത്ഥിക്കുന്ന തീമാണല്ലോ പെന്തക്കോസ്ത്. അപ്പോൾ കഴിഞ്ഞ 2 സെഷനിൽ നമ്മൾ ചിന്തിച്ചു, പ്രൈസ് ലോർഡ്, പ്രോസസ് ടു പെന്തിക്കോസ്ത് അല്ലേ? കർത്താവ് ശിഷ്യന്മാരെ ആ പെന്തിക്കോസ്തിനുള്ള ദിവസത്തിലേക്ക് ഒരുക്കി നടത്തിയ കാര്യം. ആമേൻ. അപ്പോൾ പെന്തിക്കോസ്തിൽ എപ്പോഴും ഓർക്കണം, പാസ്റ്റർ പറഞ്ഞ ട്രൂ റിവൈവലിന് ഒരു പ്രോസസ്സുണ്ട്. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ ആ പ്രോസസ്സിലൂടെ കർത്താവ് നടത്തും. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു എ പ്രോജക്റ്റ് ടു ബിൽഡ് ഫോർ പെന്തിക്കോസ്റ്റ് അല്ലേ? പ്രൈസ് ലോർഡ്. അത് കർത്താവിൻ്റെ ഒരു പ്രോജക്റ്റാണ്. നമ്മളെ പണിത്, നമ്മളെ ഒരുക്കിയെടുത്ത് പെന്തിക്കോസ്റ്റിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. ആമേൻ. ഇന്ന് ഈ രാവിലത്തെ സെഷനിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന തീം ഇതാണ്, എ പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റ്. പ്രൈസ് ലോർഡ്. അതാ ഞാൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു ട്രൂ റിവൈവൽ എന്ന് പാസ്റ്റർ പറഞ്ഞു. എ പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റ്. പെന്തിക്കോസ്റ്റിൻ്റെ ആ പെർഫെക്റ്റ്നെസ്, ആമേൻ, അതെന്താ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ 1-ാമത്തെ വാക്യത്തിന് തുടക്ക ഭാഗത്ത് ലൂക്കോസ് പറയുന്ന പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ, അത് യഹൂദന്മാരുടെ ഒരാചാരം, ഒരു ഉത്സവം, എല്ലാ വർഷവും നടക്കുന്നത്. പെസഹ കഴിഞ്ഞ് 50-ാമത്തെ നാളിൽ ഉണ്ടാകുന്ന ഒരാഘോഷം. അതിനുവേണ്ടി റോമ സാമ്രാജ്യത്തിലെ എല്ലാ ദേശങ്ങളിൽ നിന്നും യഹൂദന്മാർ കെട്ടുകെട്ടി, എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രങ്ങളും അവരുടെ ആഹാരം കഴിക്കാനുള്ള എല്ലാമൊക്കെ ആയിട്ട് ഒരു പിൽഗ്രിമേജ്, ഒരു യാത്ര നടത്തും. അത് എല്ലാ കുടുംബത്തിലെയും പുരുഷന്മാരുടെ ഉത്തരവാദിത്വം. എല്ലാ വർഷവും ഇതിന് പോകണം. എന്തിനു വേണ്ടിയാണ്? പുതിയ ന്യൂ ഗ്രെയിൻ
കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് പോകണം. പക്ഷേ അതിങ്ങനെ ഒരു ആചാരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, അതൊരു ട്രഡീഷനായി മാത്രം നിലകൊള്ളുന്ന ഒരു കാലത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിനോട് ചേർന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി കറപ്ഷൻസ് നടക്കുമ്പോൾ നല്ല പുതിയ ഗ്രെയിനൊക്കെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വഴിയിൽ അത് വകമാറ്റി ഇടയിൽ നിന്ന് ആൾക്കാർ, കച്ചവടക്കാർ അതൊക്കെ വാങ്ങിച്ച് മറിച്ചു വിൽക്കുന്ന അങ്ങനെ ഒരു കാലത്ത് 40 ദിവസം യേശു കർത്താവ് ശിഷ്യന്മാരെ ഒരുക്കി. എന്തിനു വേണ്ടിയോ? ഒരു ട്രൂ പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ ആ ട്രഡീഷൻസും അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പെന്തിക്കോസ്റ്റ് വരണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി കർത്താവ് ശിഷ്യന്മാരെ ഒരുക്കി. നോക്കിക്കേ, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വെൻ ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് അറൈവ്ഡ്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. അപ്പോൾ ഇത് കർത്താവ് 40 ദിവസം അവരെ ഒരുക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഒരിക്കൽ പോലും പറഞ്ഞില്ല പെന്തക്കോസ്ത് നാളെന്നൊരു ദിവസം വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്നും ഒന്നും പറഞ്ഞില്ല. കർത്താവ് അവരെ പഠിപ്പിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരുക്കുന്ന കർത്താവിനറിയാം ആ ദിവസം വരുന്നുണ്ട്. മനസ്സിലോ? ശിഷ്യന്മാർക്കൊന്നും അറിയത്തില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അവർ ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കർത്താവ് അതിന് ശേഷം 40 ദിവസത്തെ ആ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. യെസ്, അസെൻഡഡ് ടു ഹെവൻ. ഈ ശിഷ്യന്മാരെന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെന്ത് ചെയ്തു? അവർ ഒരുമിച്ച് കൂടി ഇരിക്കുക. ഓരോ ദിവസവും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക, അത് കഴിഞ്ഞ് വൈകിട്ട് വരെ പ്രാർത്ഥിക്കുക, അടുത്ത ദിവസം ഇരിക്കുക. ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പറയുന്നത് വെൻ ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ് അറൈവ്ഡ്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. എൻ്റെ ചോദ്യം ഇതാണ്, കർത്താവ് ഒരുക്കി എല്ലാം ചെയ്തു, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു, എന്താണ് ഇവരെ ഇങ്ങനെ തുടരാനായി പ്രേരിപ്പിച്ചത്? ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ അവരെ ഉറപ്പിച്ച് നിർത്തിയ കാര്യം എന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവർക്ക് 4 കമാൻഡ്മെൻറ്റ്സ് കൊടുത്തു. 4 കമാൻഡ്സ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഈ 4 വാക്കുകൾ, 4 കാര്യങ്ങൾ അവരെ അവിടെ ഉറപ്പിച്ച് നിർത്തി. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് നമ്മളത് കാണുന്നത്? അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ വായിച്ച ദൈവവചന ഭാഗം തന്നെയാണ് 1-ാമത്തെ അധ്യായം എടുത്തേ. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നോട്ട് ടു ഡിപ്പാർട്ട് ഫ്രം ജെറുസലേം. യെരൂശലേമിൽ നിന്നും പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതിനെ മറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് പറയാൻ ശ്രമിച്ചാൽ സ്റ്റേ. യെരൂശലേമിൽ നിൽക്കണം. സ്റ്റേ. പ്രൈസ് ദി ലോർഡ്. ഈ ഡു നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജെറുസലേം എന്ന് പറയുന്നത് ഇങ്ങനെ ലൈറ്റായിട്ട് പറഞ്ഞതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പാറ്റ് ചെയ്ത് പറയും. അതൊരു കമാൻഡിങ് വാക്കാണ് കർത്താവിൻ്റെ. പോകരുത് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. വെരി അഫർമേറ്റീവ് വേർഡാണ്. അപ്പോൾ കർത്താവ് അങ്ങനെ പറയുമ്പോൾ
ഈ ശിഷ്യന്മാരുടെ അവസ്ഥ എന്താ? നമ്മൾ ഇന്നലെ അവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അല്ലേ? കർത്താവ് ഉയർത്തു എന്നറിഞ്ഞപ്പോൾ പോലും കുലുക്കമില്ലാത്തവർ, വിശ്വസിക്കാൻ കഴിയാത്തവർ അല്ലേ, നോൺസെൻസ് എന്ന് വിചാരിച്ചവർ. ഇനി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് 20-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ചാപ്റ്റർ 20 വേഴ്സ് 19. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് അതായിരുന്നു അവരുടെ അവസ്ഥ. എവിടെ? അവര് യെരുശലേമിലാ. യെരുശലേം എന്ന് പറയുന്ന യഹൂദ മതത്തിന്റെ തലസ്ഥാനം, പണ്ഡിതന്മാർ ഇങ്ങനെ വന്നു പോകുന്ന ഇടം, ആലയമുള്ളത് കൊണ്ട് പുരോഹിതന്മാരും അവരെ ഭരിക്കുന്ന സകലരും എപ്പോഴും ഉള്ള ഒരു ഇടം. ഈ ശിഷ്യന്മാർക്കറിയാം ഇവർ യേശുവിൻ്റെ കൂടെ നടന്നെന്ന് സകലമാനവർക്കും അറിയും. ഈ യഹൂദന്മാർക്കറിയാം കർത്താവിനെ ക്രൂശിച്ചത് അവർ ക്രൂശിക്ക എന്ന് വിളിച്ചു പറഞ്ഞ് ക്രൂശിച്ചത് അവർക്കറിയാം. ഇനി തുടർന്നുള്ള അവരുടെ ഭാവി എന്താകും? തിരിച്ച് പോകാൻ പറ്റുമോ? നാട്ടിൽ പോയാൽ സ്വീകരിക്കുമോ? യേശുവിൻ്റെ കൂടെ നടന്നവരെന്ന് പറഞ്ഞ് കളിയാക്കി അവരുടെ അവസ്ഥ എന്തായിത്തീരും? അങ്ങനെയുള്ളവരാ. അതാ ഫിയർ ഓഫ് ജ്യൂസ്. യഹൂദന്മാരെ പേടിച്ച് ഇരിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ ആ കർത്താവ് ഒരുക്കിയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ ഭയമുണ്ട്, പേടിയുണ്ട്, ആശങ്കയുണ്ട്, എന്താകുമെന്ന് അറിയാത്തവരെ കർത്താവ് ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മൾ കാണുന്നവരെയല്ല കർത്താവ് കാണുന്നത്. നമ്മൾ കൊള്ളത്തില്ലെന്ന് കണ്ടാൽ കർത്താവ് പറയും, അല്ല, എനിക്ക് അവനെ ആവശ്യമുണ്ട്. ആമേൻ. അപ്പോൾ ഈ ശിഷ്യന്മാരെ അങ്ങനെയാ കർത്താവ് ഒരുക്കിയത്. ഈ പേടിച്ച് ഇരുന്ന ശിഷ്യന്മാരെ ഒരുക്കി. ഇനി ആക്ട്സ് 1:9 നോക്കിക്കേ. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. അതായത് ഈ പഠനവും എല്ലാം കഴിഞ്ഞ്, രൂപപ്പെടുത്തലും എല്ലാം കഴിഞ്ഞ്, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന് പറഞ്ഞ പേടിച്ചിരുന്ന അവസ്ഥയിൽ നിന്നെല്ലാം മാറി. കർത്താവ് ഒത്തിരി ധൈര്യപ്പെടുത്തി, പഠിപ്പിച്ചു, എല്ലാം കഴിഞ്ഞു, കുറേ പ്രോമിസും കൊടുത്തു. അതും കഴിഞ്ഞിട്ട് ഇനി എന്താകും? പോയി കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിപ്പും കൊണ്ട് അപ്രതീക്ഷിതമായി. പ്രൈസ് ദി ലോർഡ്. ആ വാക്കിൻ്റെ അർത്ഥം അവരൊരു എംപ്റ്റിനെസ് ഫേസ് ചെയ്യുക. ഇത്രയും നേരം പറഞ്ഞ് ബലപ്പെടുത്തിയത് പോയി, ശൂന്യം. ആമേൻ. കണ്ണിന് മുമ്പിൽ നിന്നും മറഞ്ഞു പോയി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 12-ാമത്തെ വാക്യം. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പോയെങ്കിലും, മറഞ്ഞു പോയെങ്കിലും, കർത്താവ് പറഞ്ഞ വാക്ക് അവരങ്ങ് ഏറ്റെടുത്തു. They returned to Jerusalem. Praise the Lord. ഒലിവിൽ നിന്നും അതുവഴി അങ്ങ് പോകാമായിരുന്നു, പോയില്ല. കാരണം കർത്താവ് പറഞ്ഞു, സ്റ്റേ, യെരുശലേമിൽ നീ നിൽക്കണം, യെരുശലേമിൽ ഉണ്ടാകണം. They returned to Jerusalem. അവർ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. അടുത്ത വാക്യം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, മതി, പേര് വായിക്കണ്ട. ഇവർ പാർത്ത മുറിയിലേക്ക് മടങ്ങി വന്നു. ഈ മുറിയിലിരുന്ന ഇവർ പേടിച്ചത്, ഈ മുറിയിലിരുന്ന ഇവർ സംശയിച്ചത്, ഈ മുറിയിലിരുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് നോൺസെൻസ് എന്ന് വിചാരിച്ചത്, ആ മുറിയിലേക്ക് അവർ മടങ്ങി വന്നു. ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല.
പ്രൈസ് ലോർഡ്. സ്റ്റേ എന്ന് പറയുമ്പോൾ ആ കമാൻഡ്, ഡു നോട്ട് ഡിപ്പാർട്ട് എന്ന് പറയുമ്പോൾ ആ കമാൻഡ് ഏറ്റെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? കാരണം എന്താ? മറ്റു പലതും എളുപ്പമുണ്ട്. ഇവിടെ നിന്ന് പോയാൽ യഹൂദന്മാരുടെ ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. അവരുടെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം. അവരുടെ സ്വയമുള്ള ആ ഫീലിങ്ങിൽ നിന്ന് മാറാം. ഇതൊക്കെ ഒരു സമാധാനം കിട്ടും പോയാൽ. പക്ഷേ എന്തോ കണ്ടോണ്ട് നിൽക്കും. കർത്താവ് മാഞ്ഞു പോയില്ലേ? പ്രൈസ് ലോർഡ്. എങ്ങനെ നിൽക്കാൻ സാധിക്കും? ആമേൻ. അതാണ് ആ കമാൻഡ് അവർ ഏറ്റെടുത്തത്. ഒബീഡിയൻസ് നമ്മളവിടെ കാണുന്നു. ആമേൻ. കർത്താവ് പറഞ്ഞത് അടുത്ത ദിവസം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പുറകോട്ടല്ല മുമ്പോട്ട് വെക്കുക കാല്. പ്രൈസ് ലോർഡ്. അവർ ആ മുറിയിൽ വന്നു. എന്ത് ചെയ്യുന്ന ആ പേരുകൾ വായിക്കണ്ട, നമുക്കറിയാം. അവർ ആ ശിഷ്യന്മാരുടെ പേരാണ് അവിടെ പറയുന്നത്. 14-ാമത്തെ വാക്യം നോക്കിയേ. യാക്കോബിന്റെ മോനായ യൂദ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വൺ അക്കോർഡ്, ഒരുമനപ്പെട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. they were with one accord were devoting themselves to prayer. സാധാരണ പ്രാർത്ഥനയല്ല, അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനായി തീരുമാനിച്ചങ്ങിരിക്കുന്ന അനുഭവം. പ്രൈസ് ലോർഡ്. ആമേൻ. ഒരു ചെറിയ പ്രാർത്ഥിച്ചിട്ട് അടുത്ത കാര്യത്തിന് പോകുന്നതല്ല. ഇനി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഞങ്ങളങ്ങ് ഇരിക്കുക അവിടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർ ഒരുമനപ്പെട്ടു, ഒരുമിച്ചു നിന്നു. ആമേൻ. അപ്പോൾ യേശു കർത്താവിൻ്റെ കൽപ്പനയാകുന്ന പോകരുത്, ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ ആ കൽപ്പന ഒബീഡിയൻസോടുകൂടി അവർ ഏറ്റെടുക്കുമ്പോൾ അതനുസരിക്കാൻ അവർക്ക് ബലം കൊടുത്തത് രണ്ട് കാര്യങ്ങൾ. എന്താ അത്? ഒന്ന്, അവർ ഒരുമിച്ച് നിന്നു. രണ്ട്, പ്രാർത്ഥന ആരംഭിച്ചു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതനുസരിക്കാനുള്ള മനസ്സ്, അതാണ് നമ്മളെ പെന്തിക്കോസ്തിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക് നടത്തുന്നത്. പ്രൈസ് ലോർഡ്. ആമേൻ. ചിലർക്ക് ഷോർട്ട് കട്ടുകളാണ് വേണ്ടത്. എന്താ? വിടുതൽ വേണം, ദൈവപ്രവൃത്തി കാണണം. അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. വചനം എന്തു പറയുന്നു, ദൈവം എന്തു പറയുന്നു, കർത്താവ് എന്നോട് എന്ത് സംസാരിക്കുന്നു, അതനുസരിക്കുമോ? പ്രൈസ് ലോർഡ്. അനുസരിക്കണമെങ്കിൽ നമുക്കതിന് കൂട്ടായ്മ വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആമേൻ. ഒരുമിച്ചുള്ള പ്രാർത്ഥന വളരെ പ്രധാനമാണ്. ഒരുമിച്ചുള്ള ആരാധന വളരെ പ്രധാനമാണ്. ഒരുമിച്ചുള്ള കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള അനുഭവം അത് പ്രധാനമാണ്. പ്രൈസ് ലോർഡ്. നമ്മളെ കണക്ട് ചെയ്യുന്ന, സ്റ്റേ ബാക്ക് ചെയ്യാൻ, അത് ഒരുമിച്ച് നിൽക്കാനായി കണക്ട് ചെയ്യുന്നൊരു കാര്യം പ്രാർത്ഥനയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ശിഷ്യന്മാരുടെ അവസ്ഥ നോക്കണം. മുമ്പോട്ട് എത്ര ദിവസം പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ പറഞ്ഞ കർത്താവിനറിയാം ഒരു പെന്തിക്കോസ്ത് ഒരുങ്ങുന്നുണ്ട്. ആമേൻ. പറഞ്ഞ കർത്താവിനറിയാം അവർക്ക് വേണ്ടി ഒരു ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിലേക്കാണ് അവരെ കർത്താവ് നടത്തുന്നത്. പക്ഷേ ഈ ഇരിക്കുന്ന ശിഷ്യർക്കറിയത്തില്ല, ശിഷ്യന്മാർക്കറിയത്തില്ല എന്നത് വരുമെന്നു. പ്രൈസ് ലോർഡ്. പക്ഷെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അനുഭവമുണ്ടായി. അതുവരെയും എന്ത് ചെയ്തു? അവരവിടെ സ്റ്റേ ചെയ്ത് ഒരു മനസ്സോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ആരംഭത്തിൽ തന്നെ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം അനുസരണയോടെ ഏറ്റെടുത്ത് ദൈവസഭയോടുകൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആമേൻ. സഭയോട് ചേർന്ന് നിന്ന്, ദൈവജനത്തോട് ചേർന്ന് നിന്ന് ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ലാതെ ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിലൊന്നും, ആരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ചിലതൊക്കെ നടക്കും. ഇല്ല. ദൈവപ്രവൃത്തി, ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റ് വെളിപ്പെടണമെങ്കിൽ അനുസരണയോടെ ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം, ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്കായി വേർപെട്ടു വരാനുള്ളൊരു ഒരു ദാഹം. പ്രൈസ് ദി ലോർഡ്. യെസ്, നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കും, പക്ഷേ ഒരുമിച്ചുള്ള പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആമേൻ. സോ ഒന്നാമത്തെ കമാൻഡ് സ്റ്റേ, അതവർ ചെയ്തു. അതാണ് അവരെ പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. രണ്ടാമത് നോക്കിക്കേ, രണ്ടാമത്തെ വാക്ക് കർത്താവ് അവിടെ പറയുന്നത് എന്താ? അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ മാത്രമല്ല, വെയിറ്റ് ഫോർ ദ പ്രോമിസ് ഓഫ് ദി ഫാദർ. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ ഈ സ്റ്റേ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇവിടുന്ന് പോകരുതെന്ന് പറയുന്നതും കാത്തിരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ട് വാക്കാണ്. രണ്ടിനും രണ്ടായ ആഴമേറിയ അർത്ഥമാണുള്ളത്. ദൈവവചനത്തിൽ പഴയ നിയമം പുതിയ നിയമത്തിലുമൊക്കെ നമ്മൾ കാണുന്ന വാക്ക് വെയിറ്റ്, വെയിറ്റിംഗ് അപ്പോൺ ദ ലോഡ് എന്ന് പറയുന്ന ആ വാക്കിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്, വെയിറ്റ് ഫോർ ആൻ അപ്പോയിൻറ്റഡ് ടൈം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് അല്ലെങ്കിൽ എയർപോർട്ടിലുമൊക്കെ പോയി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പ്രൈസ് ലോർഡ്, നമ്മുടെ കയ്യിലൊരു ടിക്കറ്റ് ഉണ്ട്, ആ ടിക്കറ്റിനനുസരിച്ചുള്ള ഒരു വാഹനം വരും. അപ്പോൾ വെയിറ്റിംഗ് വിത്ത് എക്സ്പെക്റ്റേഷനാണ് ഫോർ ആൻ അപ്പോയിൻറ്റഡ് ടൈം. ഒരു സമയത്തിന് വേണ്ടി, ആമേൻ, ഒരുങ്ങി വെച്ചിരിക്കുന്ന സമയത്തിന് വേണ്ടി പ്രതീക്ഷയോടുള്ള ഒരു ഇരിപ്പാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ശിഷ്യന്മാർ കർത്താവ് ഒരുക്കി ഇവിടെ വെയിറ്റ് ചെയ്യൂ, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ അവർക്കറിയത്തില്ല എന്ന് വരെയെന്നും. പക്ഷെ ഒരു കാര്യം അവർക്കറിയാം, കർത്താവ് പറഞ്ഞത് ഒരു അപ്പോയിൻറ്റഡ് ടൈം ഉദ്ദേശിച്ചാണ്. ഞങ്ങൾ അതുവരെയും കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവ് ആരാ? ഹി ഈസ് ആൽഫ ആൻഡ് ഒമേഗ. ആമേൻ. ആദ്യവും അന്ത്യനും, ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He sees the end in the beginning itself. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കണം, അതൊരു അപ്പോയിൻറ്റഡ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതില്ലാതെ കർത്താവ് ഒരു വാക്ക് പോലും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോയിൻറ്റഡ് ടൈമിന് വേണ്ടി ഇങ്ങനെ, പ്രൈസ് ദി ലോർഡ്. അതാ പ്രവാചകൻ പറയുന്നത്, ദർശനത്തിനായി ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിലേക്ക് ബന്ധപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഇവിടെ പ്രൈസ് ദി ലോർഡ്, ഇവർ എക്സ്പെക്റ്റേഷനോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ അപ്പോസ്തലന്മാരുടെ കാത്തിരിപ്പിൽ ചില കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിന് 15-ാമത്തെ വാക്യം നോക്കിക്കേ. 1:15. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട്
ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്ലദ്ദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ഓക്കെ, ഈ കാത്തിരിപ്പിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമായത്, ഒരു ദിവസം പത്രോസ് എഴുന്നേറ്റു. പത്രോസ് പറയുന്നത് എന്താ? അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അവർക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു യൂദ. അവർക്കറിയാവുന്നൊരു സംഭവമാണ്. പക്ഷേ അന്ന് വരെ അവർക്കുണ്ടായിരുന്ന ചിന്തകൾ, അന്ന് വരെ അവർ ധരിച്ചു വച്ചിരുന്നത്, അന്ന് വരെ അവർ കരുതിയത്, അപ്പോൾ പത്രോസിൻ്റെ എഴുന്നേറ്റെന്നുള്ള പറച്ചിൽ മാറ്റി പറയുക. എന്തായത്? ഇന്ന് വരെയും യൂദ എന്തിനാ ഇത് ചെയ്തത്? അവൻ ഒറ്റ ഒരുത്തനാ കാരണക്കാരൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചതിച്ചില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയില്ലേ? യേശുവിനെ ചതിച്ചില്ലേ? ഈ ക്രൂശീകരണം യേശു നേരിടേണ്ടി വന്നത് ഇവൻ കാരണം. പ്രൈസ്. ഈ ചിന്തയുമായിട്ടാണ് ഇവർ നടന്നത്. കാരണം യേശു ക്രൂശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് ഉടനെ പറയുന്നു, കർത്താവ് അതുമാത്രം പറയരുത്. പ്രൈസ്. അവരുടെ ചിന്ത. ഇങ്ങനെയുള്ള ചിന്താഗതിയുമായിട്ടിരുന്നവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പത്രോസ് എഴുന്നേറ്റ് പറയുക. അവരുടെ അതുവരെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ മാറി. പത്രോസ് പറയുക, കർത്താവിന് സംഭവിച്ചത് മുൻകൂട്ടി പ്രവചിച്ചത്, വചനത്തിൽ പറഞ്ഞത് മാത്രമാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് യഹൂദന്മാർ അവന് പണം കൊടുത്ത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല. അതായിരുന്നു അവരുടെ ചിന്ത. യഹൂദന്മാർ ഇതുപോലെ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഇവനെ ഉപയോഗിച്ച് യേശുവിനെ യഹൂദന്മാർ ക്രൂശിച്ചു. അപ്പോൾ യഹൂദന്മാരോടുള്ള അവരുടെ മനോഭാവം, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ മാറ്റിമറിക്കുന്ന ഒരു റെവലേഷൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാ. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചത്? ഇത് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവഴുത്തിന് നിവർത്തി വരാൻ ആവശ്യമായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് വെറുതെ അല്ല. വെയിറ്റ് ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻ, റെവലേഷൻ സ്വീകരിക്കുകയാണ്. അവരുടെ അന്ന് വരെയുള്ള അണ്ടർസ്റ്റാൻഡിങ് മാറുക. ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ്. They were getting a new dimension, a new understanding about their past experiences. അവരുടെ കഴിഞ്ഞ കാലത്തിൻ്റെ വേദനയുടെ അനുഭവങ്ങൾ, നഷ്ടത്തിൻ്റെ, ദ്രോഹത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളെ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന ചിന്തകളൊക്കെ ഇപ്പോൾ മാറിയിട്ട് പറയുക, ദൈവം അറിയാതെ പ്രവചിക്കാതെ ഒന്നും വന്നിട്ടില്ല. ഈ സംഭവിച്ചതൊക്കെ ദൈവപ്രവർത്തിക്കു വേണ്ടി മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ പോകുകയാ. പലപ്പോഴും ദൈവമക്കളെ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്, നമ്മളെ ദ്രോഹിക്കാറുണ്ട്, ബുദ്ധിമുട്ടിക്കാറുണ്ട്. കാരണം എന്താ? നമുക്ക് ചിലരോട് പൊറുക്കാൻ കഴിയാത്തതുപോലെ മനുഷ്യരെ നമ്മളവിടെ കാണും. അവരിങ്ങനെ പറഞ്ഞില്ലേ, അവൻ ഇങ്ങനെ ചെയ്തില്ലേ, അത് മുഖാന്തരമല്ലേ ഇങ്ങനെ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ശരിക്ക് ആ പെന്തക്കോസ്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ ആ കമാൻഡ് അങ്ങ് എടുക്കണം. ഒബീഡിയൻസ്. എന്താ? വെയിറ്റ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവവചനം പഠിക്കുക. അപ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും, ദൈവാത്മാവ് സംസാരിക്കും. അവനോട് പൊറുക്കണം, അവളോട് പൊറുക്കണം. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം, ഫോർഗീവ്നെസ് വേണം. പ്രൈസ് ദി ലോർഡ്. ഇതില്ലാതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില അനുഭവങ്ങൾ അതും കൊണ്ട് നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്, ദൈവം അറിയാതെ സംഭവിക്കത്തില്ല. ഒരുപക്ഷെ നിങ്ങളെ ദ്രോഹിച്ചതാകാം, നിങ്ങൾ നിഷ്കളങ്കരാകാം, സത്യസന്ധരാകാം. പക്ഷേ
ദ്രോഹം വന്നപ്പോൾ നിങ്ങൾ അവരോടുള്ള ദേഷ്യവും കൊണ്ട് നടക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? സ്വർഗം അറിയാതെ, മുൻകൂട്ടി ദൈവം തീരുമാനിക്കാതെ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ പാസ്റ്റ് അനുഭവങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്താട്ട് പറഞ്ഞാട്ട് കർത്താവെ അങ്ങ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുകയാ. ഞാൻ അനുഭവിച്ച വേദന, ഞാൻ അനുഭവിച്ച കഷ്ടം, ഞാൻ അനുഭവിച്ച ഭാരം, അവരോടെല്ലാം ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുകയാ. കാരണം എന്താ? ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ദൈവപ്രവർത്തിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരോട് പൊറുക്കാൻ കഴിയണം. നമ്മുടെ അനുഭവങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യട്ടെ, റെവലേഷൻ പ്രാപിക്കണം. കർത്താവെ, അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചില്ല, അതിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ കാണുന്നു. അന്ന് കർത്താവ് ഇടപെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 41:9 ഇവർ പറയുന്നത്, പത്രോസ് എഴുന്നേറ്റ് പറയുന്നത്, ആ വചനം ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത് മുൻകൂട്ടി പറഞ്ഞതാ, ഇത് മുൻകൂട്ടി അറിഞ്ഞതാ. ദൈവം പറയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലത്തിൻ്റെ മറക്കാത്ത, പൊറുക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ ഇപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാ. ആമേൻ. കാരണം എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? അപ്പോയിൻറ്റഡ് ടൈമിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ വേറെ ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ ഞാൻ അതിനെയൊക്കെ മാറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ചെയ്യുന്നുണ്ട്. ചില പാസ്റ്റ് എക്സ്പീരിയൻസുകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണ്. അതിന് നിങ്ങൾക്ക് മറക്കാനുള്ള കൃപ തരികയാണ്. അതിനെ മറക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബലം തരികയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, കഴിഞ്ഞ കാലത്ത് മറക്കാൻ കഴിയാത്തതുപോലെ, ഉറങ്ങാൻ കഴിയാത്തതുപോലെയുള്ള അനുഭവങ്ങൾ വന്നു പോയതിന് ഇന്ന് പകൽക്കാലം ഹൃദയത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അതിനെ പുറത്തേക്ക് എടുത്തു മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് ഫ്രീ ആക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് നടക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മറക്കാൻ കഴിയാത്തത് ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു പെർഫെക്റ്റ് പെന്തിക്കോസ്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് നടത്തുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടെങ്കിലും പൊറുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറ, കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രൂ പെന്തിക്കോസ്താ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് പെന്തിക്കോസ്താ. ഞാൻ ക്ഷമിക്കാതെ ഇരുന്ന അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ ഫോർഗീവ്നെസ് ചോദിക്കുകയാ. ഞാൻ ഏറ്റുപറയുക, കർത്താവേ, അതിൽ ദൈവത്തിന്റെ ഹിതമല്ലാത്തത് ഇന്ന് പകൽ ഞാൻ ഏറ്റുപറയുക. എന്നെ പെന്തിക്കോസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ആ പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്. അതൊരു കമാൻഡാട്ടോ, വെയിറ്റ്. ആമേൻ. കാത്തിരിക്കുക. കാത്തിരിക്കുമ്പോൾ ഓർക്കുക, അത് ഒബീഡിയൻസോടുകൂടി അവർ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഏറ്റെടുത്തപ്പോഴാണ് ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആ ഒബീഡിയൻസിൻ്റെ കാത്തിരിക്കാനുള്ള, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ കാത്തിരിക്കും, പക്ഷേ ചിലത് മനസ്സിൽ വെച്ചോണ്ട് കാത്തിരിക്കും. വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയും, ഞാൻ കാത്തിരുന്നിട്ട് ഒന്നും നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ നടക്കാത്ത? നമ്മൾ കാത്തിരിക്കുന്നു, പക്ഷെ ചിലതും കൊണ്ടായിരിക്കുന്ന, ചില ഭാരവും കൊണ്ടായിരിക്കുന്ന, ചില മറക്കാത്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കുന്നത്. വേണ്ട, അതെടുത്ത് മാറ്റിയിട്ട് പറ, ഞാൻ കാത്തിരിക്കാം. ഐ എം വെയിറ്റിംഗ് അപ്പോൺ യു ലോർഡ്. ഐ എം വെയിറ്റിംഗ് അപ്പോൺ യു. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നത് അപ്പോയിൻറ്റഡ് ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നത് ഈ എല്ലാം എടുത്ത് കളഞ്ഞിട്ടാ, ഈ എല്ലാം മാറ്റിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കമാൻഡ്, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ അടുത്ത വാക്യം, 8ാമത്തെ വാക്യം, ആക്ട്സ് 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആമേൻ. You will receive power. Amen. When the Holy Spirit
has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ടു. ആമേൻ. പവർ. അപ്പോൾ റിസീവ് പവർ എന്നാണ് കർത്താവ് പറയുന്നു. പക്ഷേ പറയുന്നു when the Holy Spirit has come upon you. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉള്ളൊരു ശക്തി. ആമേൻ. ഡുനാമിസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് അരാമിക് ഭാഷയാണ് പറഞ്ഞെങ്കിലും പിന്നീട് ലൂക്കോസ് എഴുതുമ്പോൾ അത് ഗ്രീക്കിൽ എഴുതിയപ്പോൾ ഡുനാമിസ് വാക്കിൽ നിന്ന് ഡൈനമിറ്റ് വരുന്നത്. അപ്പോൾ ആ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഭയങ്കരമായൊരു വാക്കാണ്. പ്രൈസ് ലോർഡ്. പക്ഷേ നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാക്കായത്. പ്രൈസ് ലോർഡ്. എന്താ ഈ ശക്തി? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ടു. പ്രൈസ് ലോർഡ്. അപ്പോൾ എന്താ ഈ ശക്തി? ആമേൻ. 3-ാമത്തെ അധ്യായം ആക്ട്സ് ചാപ്റ്റർ 3 അതിൻ്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലന്മാർക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. അത് കഴിഞ്ഞിട്ട് പെന്തക്കോസ്ത് നാളും കഴിഞ്ഞു. നമ്മൾ വായിച്ച വാക്യങ്ങൾ ആക്ട്സ് 2-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് ദിവസം എന്താ സംഭവിച്ചതെന്ന് നമ്മളോട് വായിച്ചു. ഇനി കർത്താവ് പറഞ്ഞതാണ് റിസീവ് പവർ. അതൊരു കമാൻഡായിരുന്നു. അതെന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗം വായിക്കണം. ഇവിടെ പ്രൈസ് ദി ലോർഡ്. പത്രോസ് സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്നാ കുറച്ച് ശക്തി പിടിച്ചോ. അങ്ങനെയാണോ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനി 11-ാമത്തെ വാക്യം നോക്കിയേ. ഈ 3-ാമത്തെ അധ്യായത്തിന് 11-ാമത്തെ വാക്യം. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേര്. ഇവൻ എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് ഉള്ള മനുഷ്യരെല്ലാരും വിസ്മയം പൂണ്ടു എന്നാ വായിക്കുന്നത്. എന്നിട്ട് 12-ാമത്തെ വാക്യം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? ഓക്കെ. അപ്പോൾ പത്രോസ് വ്യക്തമായിട്ട് അവരോട് പറയുക, നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങളുടെ ഒരു ശക്തിയുമില്ല, ഞങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നും കൂടെ പറയുന്നുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യം നോക്കിക്കേ. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന. അതിനു മുമ്പായിട്ട് 12-ന് ശേഷം പത്രോസ് പറയുന്നത് എന്താ? എന്തിനാ ആശ്ചര്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്. എന്താ പറയുന്നത്? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ പ്രൈസ് ദി ലോർഡ്, തൻ്റെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്ത് പരിശുദ്ധനും നീതിമാനുമായവനെ
നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകമായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ, ഉയർപ്പിൻ്റെ സാക്ഷികൾ. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണവേ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പവർ എന്നതിൻ്റെ ഒരു ഡെഫിനിഷനാണ് പത്രോസ് അവിടെ പറയുന്നത്. ശക്തി എന്താ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞത് എന്തിലാ? വിശ്വാസത്താ. പ്രൈസ് ദി ലോർഡ്. അത് പറയാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി എന്ന് പറയുമ്പോൾ ഒരു ഗിമിക്കും കാണിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ശക്തി പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ, പെന്തക്കോസ്ത് അനുഭവം എന്നൊക്കെ പറയുമ്പോൾ, ശക്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ അത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ വിശ്വാസം ഓപ്പറേറ്റ് ആവത്തുള്ളൂ. വിശ്വാസത്താലാണ് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാം. അതാണ് അവന് കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ വെള്ളിയും പൊന്നൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു വിശ്വാസം. അതങ്ങോട്ട് തരികയാ. ഈ വിശ്വാസം നിന്റെ നരിയാണി ഉറപ്പിക്കും. ഈ വിശ്വാസം നീ ഇന്ന് വരെ എഴുന്നേക്കാത്തതിനെ എഴുന്നേൽപ്പിക്കും. ഈ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നിൻ്റെലേക്ക് കയറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഞങ്ങളെ നോക്കി ആശ്ചര്യപ്പെടുന്നത്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിലുള്ള വിശ്വാസത്താലാണ് ഇത് സംഭവിച്ചതെന്നാണ് പത്രോസ് പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി 4-ാമത്തെ അധ്യായം. ഈ അപ്പോസ്തലന്മാർ ഈ പ്രശ്നം കാരണം ഇവരെ പത്രോസിനെയും യോഹന്നാനെയും പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ഇതൊക്കെ നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. ഇനി അതിൻ്റെ 7-8 വാക്യങ്ങൾ നോക്കിക്കേ. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ. കാരണം ആ കാലത്ത് ഒത്തിരി മജീഷ്യന്മാരൊക്കെ ഉണ്ട്. ഒരു മിറക്കിൾ പെർഫോം ചെയ്യുന്ന പോലെയുള്ള മാജിക്കുകളൊക്കെ കാണിക്കുന്ന ആൾക്കാർ അന്ന് സുലഭമാണ് ആ കാലത്ത് അവിടെ. മനസ്സിലോ? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെയ്തതാണോ അതാ ചോദിക്കുന്നത്. ഏത് ശക്തി കൊണ്ട് ഏത് നാമത്തിൽ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഏത് പറയാൻ വേണ്ടി? ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഏത് നാമത്തിലാണ് ഇത് ചെയ്തത്, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറയുക. എന്തിനു വേണ്ടി? നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണിത് നടന്നത്. അത് പറയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ശക്തിക്ക് നാം കൊടുക്കുന്ന നിർവചനമല്ല ദൈവവചനത്തിലെ നിർവചനം. ഹല്ലേലൂയ. ആമേൻ. ശക്തി എന്ന് പറയുമ്പോൾ കബളിപ്പിക്കപ്പെടരുതേ.
മാജിക് കാണിക്കാൻ ആർക്കും കഴിയും. ദൈവവചനത്തിലെ ശക്തി അതല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുന്നതാ. വിശ്വാസത്തോടെ ധൈര്യത്തോടെ പറയുന്നതാ. നീ നേരിടുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നെ പ്രതികൂലങ്ങൾ അതികഠിനമായി വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തളർന്നു പോകുമെന്ന് വിചാരിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് പറയൂ, എന്റെ കർത്താവിനെ വിട്ടൊരു പരിപാടിയുമില്ല. ഏതൊക്കെ നേരിട്ടാലും എന്തൊക്കെ ഞാൻ നഷ്ടപ്പെട്ടു എന്ന് വന്നാലും എന്റെ കർത്താവ് എനിക്ക് തരുന്ന നിത്യതയിലൂടെ അല്ലാതെ മറ്റൊന്നും എനിക്കില്ല. അതിനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ നിന്റെ മേൽ നിറച്ചു തരുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ആ കർത്താവ് പറഞ്ഞു, റിസീവ് പവർ. നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി എനിക്കറിയാം, ഇതൊരു കമാൻഡാ, ഏറ്റെടുത്തോ. കർത്താവരോട് പറയുക, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പെന്തിക്കോസ്തിനപ്പുറത്തുള്ള പ്രതിസന്ധി എന്താണെന്ന് ഞാൻ കാണുന്നുണ്ട്. അതിനെ നേരിടാൻ നിനക്ക് വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതിലൂടെ അതിന്റെ വിശ്വാസം പൊങ്ങി വരത്തുള്ളൂ. ഹല്ലേലൂയ. 1 Corinthians chapter 2 verses 1 and 1 following. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നോക്കിക്കുക. അപ്പോസ്തലനായ പൗലോസ് ഇതേ കാര്യം പറയുന്നുണ്ട്. 1 Corinthians chapter 2, 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ആമേൻ. പൗലോസ് അപ്പോസ്തലന് വേണമെങ്കിൽ എത്രത്തോളം ബുദ്ധിപരമായിട്ട് സംസാരിക്കാം. ആമേൻ. ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് പഠിച്ച് ഗമാലിയേലിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആൾ, എത്രത്തോളം ബുദ്ധിയിൽ നല്ലതായിട്ട് ഡിബേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾ. പക്ഷേ പൗലോസ് പറയുന്നത് എന്താ? ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്ഥാനിപ്പാൻ വന്നത്. ഒറ്റക്കാര്യം എനിക്ക് പറയാനുള്ളൂ. എന്താ പറഞ്ഞത്? ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ആമേൻ. വേറെ ഒന്നും എനിക്ക് വേണ്ട, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനെ. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ആമേൻ. വളരെ ഭയത്തോടെയാ. എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നിങ്ങളെ കാണാൻ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹ ചിന്തയോടുകൂടിയാണ് ഞാൻ വന്നത്. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരം, അടിസ്ഥാനം. നിങ്ങളുടെ വിശ്വാസത്തിന് ബുദ്ധിയോ അല്ലെങ്കിൽ ഗിമിക്കുകളോ മാജിക്കുകളോ ഒന്നും വേണ്ട. എന്താ വേണ്ടത്? ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു. ജ്ഞാനത്തിന്റെ, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാകുമ്പോഴാ വിശ്വാസത്തിന്റെ ആധാരം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പറയും, ചില സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് പറയും, എന്തിനാ? വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് എന്തിനാ വിശ്വാസം വർദ്ധിക്കട്ടെ? അങ്ങനെയല്ല. എന്തിലാണ് വിശ്വാസം ആധാരം? പ്രൈസ് ദി ലോർഡ്. ഒരു സ്റ്റോറിയുടെയും ആവശ്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റിസീവ് പവർ when Holy Spirit comes upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്ന ദൈവപ്രവൃത്തിയാണ് നടക്കുന്നത്. ആമേൻ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കിയേ. 2 Corinthians chapter 4 verses 7 to 11. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്.
ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ആമേൻ. എന്താ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഈ അത്യന്ത ശക്തി, പ്രൈസ് ലോർഡ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പറയുക. ഞങ്ങളുടെ ശരീരം ഒരു മൺപാത്രം പോലെ. ഇത് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുക. സഭയിൽ നിന്നും സഭയ്ക്ക് പുറത്തു നിന്നും വലിയ പ്രശ്നങ്ങൾ നേരിട്ട്, വലിയ നിരാശപ്പെട്ട്, വലിയ ഭാരപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ മുമ്പിൽ വന്നിട്ടും, പ്രൈസ് ലോർഡ്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടത്. വീണ് കിടന്നാൽ എഴുന്നേൽപ്പിക്കുന്ന ശക്തിയായി, പ്രൈസ് ലോർഡ്, തളർന്നു പോകാതിരിക്കാനുള്ള ശക്തിയായി. അതാണ് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടുന്ന ശക്തി. പ്രൈസ് ലോർഡ്. പുറമെ പ്രകടിപ്പിക്കുന്നതല്ല, ആഴത്തിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ, പ്രതിസന്ധികളെ നേരിടാനുള്ള ദൈവശക്തി. പ്രൈസ് ലോർഡ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. Praise the Lord. He may grant you to be strengthened in your inner being. Amen. പുറമേ ഉള്ള പ്രകടനമല്ല, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ജഡം പരാജയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു പോകും. കാരണം എന്താ? നമ്മൾ പവർ, ശക്തി എന്നതിൻ്റെ നിർവചനം വേറെ രീതി കാണുമ്പോൾ അകത്തെന്താ സംഭവിക്കുന്നതെന്ന് ആരും അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നർ ബീയിങ് എങ്ങനെയാ? അകത്തെ മനുഷ്യൻ എങ്ങനെയാ? അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലനം പുറത്തുണ്ടാകും. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, വചനത്താൽ, പ്രാർത്ഥനയാൽ, ആഹാരം കൊടുക്കുന്നതനുസരിച്ചാണ് വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുറമേ ഉള്ളത് പ്രകടനത്തിൽ ഉൾപ്പെട്ടു പോയിട്ട് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാതിരുന്നാൽ നഷ്ടമേ വരത്തുള്ളൂ. എല്ലാ രീതിയിലുള്ള നഷ്ടം വരും. ആമേൻ. എല്ലാ രീതിയിലുള്ള നഷ്ടം വരും. പണനഷ്ടം, മാനനഷ്ടം. ആമേൻ. അതിൽ പെട്ടുപോകരുതേ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകമായി ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. റിസീവ് പവർ. പ്രതിസന്ധികൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി, അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്താനുള്ള ശക്തി പരിശുദ്ധാത്മാവ് പറയുന്നു, അത് സ്വീകരിക്കുക. ഇറ്റ്സ് എ കമാൻഡ്. പ്രൈസ് ദി ലോർഡ്. റിസീവ്, റിസീവ്, റിസീവ്. അതൊരു കമാൻഡാണ്. ഈ കമാൻഡ് ഒബേ ചെയ്യുമ്പോഴാണ് ട്രൂ പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റിലേക്ക് കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. എ ട്രൂ റിവൈവൽ ഹാപ്പൻസ്. ദൈവദാസൻ പറഞ്ഞ പോലെ. ഹല്ലേലൂയ. ആമേൻ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാതെ ഒരു റിവൈവലും ഇല്ല. അകത്തെ മനുഷ്യൻ ഷേപ്പാകാതെ ഒരു റിവൈവലില്ല. അകത്തെ മനുഷ്യൻ രൂപപ്പെടാതെ ഒരു റിവൈവലില്ല. പുറമേ ഉള്ളതല്ല, അകത്തെ മനുഷ്യൻ രൂപപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനു വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ കമാൻഡ് എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. 1:8. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും
ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് നാലാമത്തെ പറഞ്ഞു. കമന്റ്, ബി മൈ വിറ്റ്നസ്. എൻ്റെ സാക്ഷിയാകണം. ആമേൻ. പുറത്തു വരാനുള്ളൊരു ദിവസമുണ്ട്. പക്ഷെ അതിനു മുമ്പേ കർത്താവ് പറയുക, ബി റെഡി. പ്രൈസ് ലോർഡ്. ആമേൻ. നീ പുറത്തിറങ്ങി സാക്ഷ്യം പറയാനുള്ളൊരു ദിവസമുണ്ട്. ശിഷ്യന്മാരോട് കർത്താവ് പറയുക, യെസ്, ദാറ്റ് ഡേ ഈസ് അപ്പോയിന്റഡ്. ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കമ്മിങ്. പെന്തക്കോസ്ത് ദിവസം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നീ എന്താ ചെയ്യുന്നത്? ബി റെഡി. ബി റെഡി ടു വിറ്റ്നസ്. ആമേൻ. ഈ ശിഷ്യന്മാർക്ക് പഴയ നിയമത്തിലെ വിറ്റ്നസ് ചെയ്ത, പ്രത്യേകിച്ച് പ്രവാചകന്മാരെ വിറ്റ്നസ് ചെയ്തവരെയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ വിറ്റ്നസ് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ, ആമേൻ, എന്താ അതിനകത്ത്? ടെസ്റ്റിഫൈ എന്നാ. ടെസ്റ്റിഫൈ യുവർ എക്സ്പീരിയൻസ്. ടെസ്റ്റിമണി പറയാനാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ചിലരെ ദൈവം ഉപയോഗിച്ച് ടെസ്റ്റിമണി പറയിപ്പിക്കുന്നതിനെ കുറിച്ച് ശിഷ്യന്മാർക്കറിയാം. പ്രത്യേകിച്ച് വിറ്റ്നസ് എന്നുള്ള വാക്ക് കണക്റ്റ് ആകുന്നത് 3 പ്രവാചകന്മാർക്കാണ്. ആമേൻ. പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരെന്ന് പറയുന്ന 3 പ്രവാചകന്മാർ. യെശയ്യാവിൻ്റെ പുസ്തകം എടുത്തേ, 6-ാമത്തെ അധ്യായം, അതിന് 1 മുതലുള്ള ചില വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 6 വേഴ്സ് 1 ഫോളോയിങ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തിനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. ദൈവത്തെക്കുറിച്ചുള്ള ഒരു റെവലേഷൻ ഒരു പ്രത്യേക സമയത്ത് യെശയ്യാവിന് കിട്ടുകയാണ്. പ്രൈസ് ലോർഡ്. ഇനി 4-ാമത്തെ വാക്യം നോക്കിക്കേ. അവർ ആർക്കുന്ന ശബ്ദത്താൽ പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. യെശയ്യാവിനെ ദൈവപ്രവൃത്തിക്കായി തെരഞ്ഞെടുക്കുക, സാക്ഷിയാക്കാൻ പോവുകയാണ് ദൈവം. അതിനുവേണ്ടി ദൈവം മഹത്വം കാണിച്ചു. ദൈവമഹത്വം അവൻ കണ്ടപ്പോൾ, അറിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ ആരുമല്ല. പ്രൈസ് ലോർഡ്. ദൈവമഹത്വം ഇവനെ കാണിക്കണമെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ദൈവം കൊള്ളാമെന്നുവെന്ന് കണ്ടിട്ടാ തെരഞ്ഞെടുത്തത്. പക്ഷേ അവൻ പറയുക, പോരാ, ഞാൻ പോരാ. പ്രൈസ് ലോർഡ്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിലാണ് ഞാൻ താമസിക്കുന്നത്. അതാ പ്രശ്നം. പ്രൈസ് ലോർഡ്. അവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അറിയാതെ ചിലതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ദൈവപ്രവൃത്തി എന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനും എനിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇപ്പോൾ അവൻ പറയുക, പ്രൈസ് ലോർഡ്, എൻ്റെ കണ്ണ് കണ്ടു, ഞാൻ അതിന് യോഗ്യതയില്ല. പ്രൈസ് ലോർഡ്. 10-11 വാക്യം നോക്കിക്കേ. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് അതിനു മുമ്പ് 8-9 വാക്യങ്ങളിൽ, പ്രൈസ് ലോർഡ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറയുന്നത് എന്താ, എങ്ങനെയാണെന്നറിയാമോ? 7-ാമത്തെ വാക്യത്തിലുണ്ട്, ദൈവം അവന്റെ നാവിനെ ഒന്ന് തൊട്ടു. അധരത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ നിന്റെ അകൃത്യം നീങ്ങി, നിനക്ക് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയുക, എന്നെ അയക്കണമേ. പ്രൈസ് ലോർഡ്. എന്നെ അയക്കണമേ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ചെന്ന് ജനത്തോട് സംസാരിക്കുന്ന നോക്കിക്കേ. ഈ ജനത്തോട് പറയേണ്ടത് എന്താ? അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും ചെയ്യും.
പ്രൈസ് ലോർഡ്. എന്താ അത്? ഇത്രയും നാളും തൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? ആ ജനം എന്തു പറഞ്ഞു അതിൻ്റെ പോലെ നിന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈവം അവനെ യോഗ്യനാക്കി കഴിഞ്ഞപ്പോൾ അവൻ പറയുക, ദൈവം പറഞ്ഞത് അങ്ങനെ സംസാരിക്കുക. പ്രൈസ് ലോർഡ്. എന്താ പറയുന്നത്? നിങ്ങളുടെ ഈ ജനത്തിൻ്റെ അവസ്ഥ കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന ജനമേ, ദൈവം പറയുന്നത് ഇതാ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, വിറ്റ്നസ് ചെയ്യണമെന്ന് പറയുമ്പോൾ സാധാരണ സാക്ഷ്യമല്ല, നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും. പരാജയങ്ങളുടെ അനുഭവങ്ങളുണ്ട്, പക്ഷേ നിങ്ങളെ ഞാൻ പുതിയ സൃഷ്ടിയാക്കി ഉപയോഗിക്കാൻ പോകുക. നിങ്ങൾ കഴിഞ്ഞ നാളുകളിലെ പരാജയത്തിൽ നിന്ന് വ്യത്യസ്തനായി കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പറയാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെരമ്യാവിൻ്റെ പുസ്തകം എടുത്ത് യെരമ്യാവ് 1:4 മുതലുള്ള ചില വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇതെല്ലാം ആ വിളിയെക്കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ അവസാന വാക്കാ, 10ാമത്തെ വാക്യം. അതിനു മുമ്പ് 6ാമത്തെ വാക്യം നോക്കിക്കേ. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. പ്രൈസ് ലോർഡ്. എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് കഴിയത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷെ വിളിയുണ്ട്, ദൈവം വിളിച്ചിട്ടുണ്ട്. പക്ഷേ പറയുക, അതിനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നിടത്ത് കർത്താവ് പറയുന്നു, ദൈവം പറയുന്നു, നീ ബാലനെന്ന് ഇനി പറയരുത്. പ്രൈസ് ലോർഡ്. എന്നിട്ട് 9ാമത്തെ വാക്യം, യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. പ്രൈസ് ലോർഡ്. 10ാമത്തെ വാക്യം നോക്കിയേ, നിർമ്മലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേൽ രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. രൂപപ്പെടുത്തുക. എന്നെ കൊണ്ട് പറ്റത്തില്ല, കഴിയത്തില്ല, വിളിയുണ്ട്, പക്ഷെ അതിനുള്ള യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുക, അല്ല, നിന്നെ ഞാൻ രൂപപ്പെടുത്തി. നീ ഇനി പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നതാ. ഞാൻ പറയുന്നത് നീ പറയും. പ്രൈസ് ലോർഡ്. നീ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കും. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. പരാജയപ്പെട്ടവർ, ആമേൻ. പത്രോസിനെ പോലെ എടുത്ത് ആടി സംസാരിച്ച് വഴക്ക് കിട്ടിയവർ, വിശ്വസിക്കാതെ ഇരുന്നവർ, കഴിവില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, യേശുവിൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നു, പക്ഷേ ഇനി അങ്ങോട്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, നീ സാക്ഷിയാകും. പ്രൈസ് ലോർഡ്. നിൻ്റെ വിളിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന സാക്ഷി. പ്രൈസ് ലോർഡ്. എന്താ അത്? നിനക്ക് പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത് നിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന അനുഭവം. ദൈവത്തിലെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ട്രൂ പെന്തിക്കോസ്റ്റ് അതാ. പ്രൈസ് ലോർഡ്. പരാജയങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന, പറ്റത്തില്ലെന്ന് പറയുന്നിടത്ത്, ബലഹീന പാത്രം എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന, ദൈവപ്രവൃത്തിയിലേക്ക് നടത്തുന്ന, സാക്ഷിയാക്കുന്ന അനുഭവം. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പറയുകയായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും പോയി സാക്ഷ്യം പറയണം, മറ്റുള്ളവരോട് പറയണം. എന്താ പറയണ്ടത്? നിങ്ങളുടെ അനുഭവം പറഞ്ഞാൽ മതി. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ അനുഭവം പറഞ്ഞാൽ മതി. കർത്താവ് നിങ്ങളെ വിടുവിച്ചത്, കർത്താവ് നിങ്ങളെ നടത്തിയത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത്, അത് മറ്റുള്ളവരോട് പറയാനുള്ള ധൈര്യവും ശക്തിയും അതാണ് പെന്തിക്കോസ്റ്റിലൂടെ ലഭിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ, എനിക്കതിനുള്ള കഴിവില്ലെന്ന് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ രൂപപ്പെടുത്തി ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്കായി നീ തയ്യാറാകുമോ? ഒബീഡിയൻ്റ് ആകുമോ? ഇവിടെ ഈ പ്രവാചകന്മാരെല്ലാം അതാണ് ചെയ്തത്. പ്രൈസ് ലോർഡ്. ഒബീഡിയൻ്റ്. ആമേൻ. അപ്പോൾ ഈ 4 കമാൻഡ് അവരങ്ങ് ഒബേ ചെയ്തു, അതുപോലെ അങ്ങ് അനുസരിച്ചു.
Obedience, praise the Lord, is a bridge to Pentecost. Amen. കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവ് പറയുന്നത് അനുസരിക്കുന്നതാണ് നമ്മളെ പെർഫെക്റ്റ് പെന്റിക്കോസ്റ്റിലേക്ക് നടത്തുന്നത്. അതാണ് പാലം. പെർഫെക്റ്റ് പെന്റിക്കോസ്റ്റിലുള്ള പാലമാണ് പറയുന്നത് അനുസരിക്കുക. പ്രൈസ് ലോർഡ്. ഈ 4 വാക്കുകൾ ഓർക്കുക. ശിഷ്യന്മാർ അങ്ങനെ കാത്തിരുന്നു. സ്റ്റേ, വെയിറ്റ്, റിസീവ് പവർ. പ്രൈസ് ലോർഡ്. 4ാമത് എന്താ? വിറ്റ്നസ്. ഈ വാക്കുകൾ അതുപോലെ അനുസരിച്ച് കാത്തിരിക്കുമ്പോൾ എന്നാണെന്ന് അറിയത്തില്ല, പക്ഷേ ഉത്സവം നടക്കുന്ന ദിവസം മാളിക മുറിയിൽ ഒരു പ്രവൃത്തി നടന്നു. രാവും പകലും ഇവരിങ്ങനെ കാത്തിരിക്കുകയാ, ഇങ്ങനെ നോക്കിയിരിക്കുകയാ, അനുസരിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ വാക്കുകൾ അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ പെന്തിക്കോസ്ത് വെളിപ്പെട്ടു. പ്രൈസ് ലോർഡ്. ദൈവത്തിലെ ഒബീഡിയൻസായി കർത്താവ് പറയുന്നത് കേട്ട്, കർത്താവ് പറയുന്നത് അനുസരിച്ച് കാത്തിരിക്കുന്ന ദൈവപൈതലെ നിൻ്റെ ജീവിതത്തിൽ ഒരു പെന്തിക്കോസ്ത് വരുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഒരു പെന്തിക്കോസ്റ്റിൻ്റെ ദൈവപ്രവൃത്തി വരുന്നുണ്ട്. നിൻ്റെ കുടുംബത്തിനകത്ത് പെന്തിക്കോസ്റ്റിൻ്റെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. നീ ഇന്ന് ചെയ്യേണ്ടത് അതാ, എന്നാണെന്ന് അറിയാത്തത് കൊണ്ട്. ദൈവദാസൻ പറഞ്ഞതുപോലെ നാളുകൾ, വർഷങ്ങൾ ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്നുണ്ടാകാം നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കാൻ. ചിലർ കൂടെ മുന്നോട്ട് വരണം, കർത്താവിനെ അറിയണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അനുസരണയോടെ നീ ദൈവപ്രവൃത്തിക്കായി ഇരിക്കുമ്പോൾ ദൈവപ്രവൃത്തി ഒരുങ്ങി വരുന്നുണ്ട്. അത് വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. എത്ര ദിവസമായിരുന്നു, എത്ര വർഷമായിരുന്നു എന്നതല്ല വിഷയം. അപ്പോയിന്റഡ് ടൈം, ദൈവത്തിന്റെ ഒരു ദിവസം, പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന ദിവസം വെളിപ്പെടാനുണ്ട്. അത് പുറപ്പെട്ടു വരുന്നുണ്ട്, അത് എഴുന്നേൽക്കുന്നുണ്ട്, നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതിനു വേണ്ടി കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലരുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങളും കൂടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താ പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റിൽ നടന്നത് എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ആ ദിവസം പെന്തക്കോസ്ത് നാളിൽ, ആ ഉത്സവം നടക്കുന്ന ദിവസം എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടികാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ഉത്സവം നടക്കുന്ന ദിവസം, ടെമ്പിൾ, ദൈവത്തിൻ്റെ ദേവാലയം യെരൂശലേമിൽ ആൾക്കൂട്ടം ഒരുപാടുള്ള ആ ദിവസം, മാളിക മുറിയിൽ 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെയല്ല ഇവർ ഇവിടെയാ. ഉത്സവം നടക്കുന്ന ആൾക്കൂട്ടമുള്ളിടത്തല്ല, അവർ ഒരു ചെറിയ കൂട്ടമായിട്ട് ഇവിടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവർ ഇരിക്കുന്ന ഇടവേദ വീടാ. അവിടെ എഴുതിയിട്ടുണ്ട് വീട് മുഴുവൻ നിറച്ചു. അപ്പോൾ ഇവരാരും ടെമ്പിളിൽ പോയില്ല, ഈ വീട്ടിലിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ അതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ലൂക്കോസ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്? ആമേൻ. ഉത്സവത്തിന് ഒരുപാട് പേർ, ദൂരദേശങ്ങളിൽ നിന്നും യഹൂദന്മാർ, പണ്ഡിതന്മാർ, വലിയ ആൾക്കാർ അവിടെ വരുമ്പോൾ സാധാരണക്കാരായ ഒരു കൂട്ടം, ഒറ്റ കാര്യമുള്ളൂ, കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവ് പറഞ്ഞത് കേട്ടിരിക്കുന്നവർ. ഇവർ ഇരിക്കുന്ന സാധാരണ സ്ഥലം, ഒരു സാധാരണ ഇടം, സാധാരണ വീട്. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം ഉണ്ടായി, അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. എന്താ അതിൻ്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്.
പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് മുഴക്കം, ശബ്ദം. പ്രൈസ് ദി ലോർഡ്. പല സമയത്ത് ദൈവജനത്തോട് ഇടപഴകാൻ സംസാരിക്കാനൊക്കെ വന്നപ്പോൾ മോശയുടെ അനുഭവത്തിൽ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം സംസാരിക്കുമ്പോൾ വലിയ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വലിയ മുഴക്കം, വലിയ ശബ്ദം. എന്താ സംഭവിക്കുന്നത്? അത് അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന വീടിനെ നിറച്ചു എന്നും. എവിടെയാ ശരിക്കും ദൈവ സാന്നിധ്യം ഇറങ്ങേണ്ടിയിരുന്നത്? ആലയത്തിലാണ്. യെരുശലേമിലെ ആലയം അതിനു വേണ്ടിയുള്ളതാ. ഹെറോദ് രാജാവ് നല്ലതായിട്ട് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്ത്. കാരണം എന്താ? അദ്ദേഹത്തിന് ഈ യഹൂദന്മാരെ ഭരിക്കണം, അതിനുവേണ്ടി പണം മുടക്കി നല്ല ഭംഗിയാക്കി വച്ചിരിക്കുക. അവിടെ ഇറങ്ങേണ്ടുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങിയത് ഈ മുറിയില, ഈ വീട്ടില. കാരണം എന്താ? അവിടെ ഇല്ലാത്തതൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ആചാരം നടക്കുമ്പോൾ ഇവിടെ കാത്തിരിക്കുന്നവരുടെ കൂട്ടമാണ്. അവിടെ ആചാരം നടക്കുമ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഉൾക്കൊണ്ടവരുടെ പ്രാർത്ഥനയാണുള്ളത്. ഈ വീടിനെ ദൈവം ടെമ്പിളാക്കി മാറ്റി, ആലയമാക്കി മാറ്റി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എവിടെയാ ദൈവ സാന്നിധ്യം ഇറങ്ങിയത്? സാധാരണക്കാരുടെ ആ വീട്ടിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ട്രൂ പെന്തിക്കോസ്റ്റ്, പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് അതാ. ആചാരം അല്ലെങ്കിൽ പ്രാക്ടീസുകളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന കുടുംബത്തെ ആലയമാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ നമ്മുടെ വീട്ടിനകത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ആരാധന ഉണ്ടെങ്കിൽ നമ്മുടെ വീട് ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങും. ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യം വരത്തില്ല. ദൈവ സാന്നിധ്യം സകലതും ഏറ്റെടുത്തോളും. ദൈവശക്തിയാൽ നിന്റെ സകല പ്രാർത്ഥന വിഷയത്തിനും ഭവനത്തിനകത്തിരുന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിൻ്റെ മറുപടി വെളിപ്പെടും. എന്താ? നിന്റെ വീട് ആലയമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി നമ്മൾ മനസ്സിലാക്കണം, വീട് ആലയമായത് മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം കഴിഞ്ഞ് 3-ാമത്തെ വാക്യം നോക്കിക്കേ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന മുഴക്കം, ശബ്ദം എന്ന് പറയുന്ന പോലെ മറ്റൊരു ഫ്രേസാണ്, മറ്റൊരു സിംബോളിക്കായി പറയുന്ന ഒരു കാര്യമാണ് അഗ്നിജ്വാല. ആമേൻ. ദൈവ സാന്നിധ്യം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിന് മുമ്പായി രാത്രിയിൽ അഗ്നിസ്തംഭം, ദൈവ അഗ്നിസ്തംഭമായി വെളിപ്പെട്ടു. മോശയെ ദൈവം വിളിക്കുമ്പോൾ എന്ന മുൾപ്പടർപ്പിൽ അഗ്നി ആയി ദൈവം സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തെ, ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് അഗ്നി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ഈ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, വീടിനെ ടെമ്പിളാക്കി. 2, ശിഷ്യന്മാരെ, വ്യക്തികളെ ഓരോരുത്തരെയും ആലയമാക്കി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തി ദൈവത്തിൻ്റെ ആലയമാക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ അപ്പോസ്തലന്മാർ 120 പേർ, അവിടെ ഉത്സവം നടക്കുക. ഏകദേശം ഒരു 2 മൈൽ ദൂരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്, ഈ വീടും ആലയവുമായിട്ട്. വലിയ ആചാരം അവിടെ നടക്കുമ്പോൾ കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ദിവസങ്ങളായിരിക്കുന്ന അവരുടെ മേൽ ഇറങ്ങി വന്നത് എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം
സർവജ്ഞാനി സർവവ്യാപിയായ ദൈവം ഇതാ ഓരോരുത്തരുടെ മേലേക്കും ഇറങ്ങി വന്നു. എത്ര ഭയങ്കരമായൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പഴയ ആലയത്തിൽ ദൈവസാന്നിധ്യമില്ലാതെ ഇരിക്കുമ്പോൾ സാധാരണക്കാരായി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ദൈവസാന്നിധ്യം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ദൈവപൈതലെ, നീ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലാണെങ്കിൽ ഓർക്കുക, നീ ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുകയാണ്. ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുക. നിൻ്റെ കൂടെ നടക്കുന്ന ദൈവസാന്നിധ്യം, നിൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. 1 Corinthians chapter 3 verses 16 and 17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നമ്മുടെ ഓരോരുത്തരും, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ടെമ്പിളാണ്. ടെമ്പിൾ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതോടൊപ്പം തന്നെ പൗലോസ് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ അയ്യോ ഭയപ്പെടേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ എത്രത്തോളം ഭയത്തോടെ, എത്രത്തോളം ബഹുമാനത്തോടെ ആ ദൈവസാന്നിധ്യം കൊണ്ട് നടക്കണം. ഹല്ലേലൂയ. യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് അറിയുന്നില്ലയോ? അപ്പോൾ എങ്ങനെയാ? മന്ദിരം, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ പൗലോസ് പുസ്തകം പറയുന്നുണ്ട്, ഈ മന്ദിരം പണിയണമെങ്കിൽ അതിന് ബുദ്ധി പോരാ, അതിന് ജ്ഞാനമൊന്നും പോരാ. പക്ഷേ അത് വേണ്ടത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ വേണ്ടത് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടാൻ ആർക്കും കഴിയുകയില്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് ആമേൻ പണി നടക്കുന്നത്. പിന്നെ പറയുന്നു എന്താ? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. 3 കാര്യങ്ങൾ വില കൊടുക്കാതെ കിട്ടും, 3 കാര്യങ്ങൾ വില കൊടുത്തേ കിട്ടത്തുള്ളൂ. പൊന്ന്, വെള്ളി, വിലയേറിയ മുത്ത്, അത് വെറുതെ കിട്ടത്തില്ല, അതിന് വില കൊടുക്കണം. വൈക്കോൽ, പുല്ല്, മരം, അത് വേണം വെറുതെ എടുക്കാം. പക്ഷേ തീയാണ് ഇതിനെ വേർതിരിക്കുന്നത്. ഒന്ന് കത്തിപ്പോകും, വില കൊടുക്കാതെ കിട്ടുന്നത് കത്തിപ്പോകും. വില കൊടുത്ത് മേടിക്കുന്നതോ അത് നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഈ ശരീരം യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നും പണിയണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എങ്ങനെ പണിയണം? വില കൊടുത്ത് സാധനങ്ങൾ കൊണ്ട് തന്നെ പണിയണം. പ്രൈസ് ദി ലോർഡ്. ഫ്രീക്ക് കിട്ടുന്ന വെച്ച് പണിയരുത്. ആമേൻ. വില കൊടുക്കണം, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, ദൈവസനിൽ കാത്തിരിക്കണം. അങ്ങനെ വേണം പണിയാൻ. അതാണ് നിലനിൽക്കുന്നത്. തീയിലൂടെ പോകുമ്പോൾ പൊന്ന് ശോധന ചെയ്ത് പുറത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളാകും. ആമേൻ. വിലയേറിയകളിൽ കുറച്ചും കൂടെ നന്നായി വരും. പക്ഷെ മറ്റതോ കത്തിപ്പോകും. ദൈവത്തിലെ നമ്മളുടെ ശരീരം, ദൈവത്തിൻ്റെ ആലയമാകുന്ന ശരീരം ഓർക്കുക, അത് പണിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുവാണെന്ന് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ലോകത്തിൻ്റെ ഒന്നും വേണ്ട. ലോകത്തിൻ്റെ പണിയും അതിൻ്റെ രീതിയിലല്ല എൻ്റെ ക്രിസ്തീയ ജീവിതം പണിയേണ്ടത്.
പ്രാർത്ഥനയാൽ, ദൈവവചനത്തിൻ്റെ ധ്യാനത്താൽ, സഭയോടുള്ള കൂട്ടായ്മയാൽ ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം പണിയും. ഞാൻ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് അങ്ങനെയാണ്. കർത്താവിൻ്റെ സാക്ഷിയാകാൻ പോകുന്നത് അങ്ങനെയാണ്. അതാണ് ട്രൂ പെന്തിക്കോസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വന്നു, പരിശുദ്ധാത്മാവിൻ്റെ ബലം വന്നു, എനിക്കിനി ചിലതൊക്കെ ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്വയബുദ്ധിയാൽ, സ്വയ പ്ലാനിങ്ങിൽ ഒരു കാര്യം ചെയ്യാൻ പോകരുത്. ദൈവസഭയോട് ചേർന്ന് വേണം സാക്ഷിയാകാൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവപ്രവൃത്തി, അതാണ് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലുള്ള പണി എന്ന് പറയുന്നു. ആമേൻ. ഇവിടെ ഈ അപ്പോസ്തലന്മാർ പ്രൈസ് ദി ലോർഡ് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവർ അനുഭവിച്ച അനുഭവം. ഇനി അതിനകത്തൊരു പ്രത്യേക വാക്കും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അപ്പോൾ ആ മുഴക്കത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത് കാറ്റ്. പ്രൈസ് ദി ലോർഡ്. വലിയ മുഴക്കം ആ വീട് മുഴുവനും നിറച്ചു. അതേ സമയത്ത് ആ മുഴക്കത്തിൻ്റെ പ്രത്യേകത കാറ്റായിട്ടാണ് വരുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. ആമേൻ. റുവ എന്നൊരു വാക്ക ഈ എബ്രായ ഭാഷയിൽ ദൈവത്തിൻ്റെ ശ്വാസം, ജീവൻ കൊടുക്കുന്ന ശ്വാസം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ദൈവം ആദമിനെ ഹവ്വയും സൃഷ്ടിക്കുമ്പോൾ ആദമിനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ഊതി എന്ന് പറയുമ്പോൾ ജീവൻ കൊടുക്കുന്ന ശ്വാസം. പഴയ നിയമത്തിൽ കാറ്റ് ഈ ശ്വാസത്തിന് ഒറ്റ വാക്കുള്ള ഉറുവ. അത് തന്നെയാണ് പരിശുദ്ധാത്മാവിനുമുള്ള വാക്ക്. പ്രൈസ് ദി ലോർഡ്. അതാണ് നിറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതിനർത്ഥം എന്താ? ഈ കാറ്റ് ജീവൻ ഉണ്ടാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എസെക്കിയേലിനോട് സംസാരിച്ചത്. എസെക്കിയേൽ പ്രവാചകനോട് ദൈവം സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ, നീ പോയി കാണുക എന്ന് പറയുമ്പോൾ എന്താ കാണുന്നത്? താഴ്വര. എന്താ അവിടെ കാണുന്നത്? എല്ല് നിറഞ്ഞ താഴ്വര, എല്ലും കഷണങ്ങൾ കിടക്കുന്ന താഴ്വര. നിനക്ക് പറയാൻ പറ്റുമോ മനുഷ്യപുത്ര? നിനക്ക് പറയാൻ കഴിയുമോ? എന്താ പറയേണ്ടത്? ഇത് ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അവിടെ നാം വായിക്കുന്നു, ഒരു കാറ്റ് വന്നു. ആമേൻ. താഴ്വരയിലെ അസ്ഥികളെ മനസ്സിലാക്കാമോ? നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? മുറിഞ്ഞ് കിടക്കുന്ന, പല ഭാഗത്ത് കിടക്കുന്ന ആ അസ്ഥികൾ ഒരുമിച്ച് കൂടുന്നു, അതിൽ മാംസം പിടിപ്പിക്കുന്നു, ത്വക്ക് വരുന്നു, അവസാനം അതിന് ജീവൻ വരുന്നു, ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പോസ്തലന്മാരുടെ അവസ്ഥയിൽ അന്നുവരെ അവർ ചെയ്തിട്ടില്ലാത്ത, അന്നുവരെ പറഞ്ഞിട്ടില്ലാത്തത് പറയിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നൊരു കാറ്റായി എന്ന് പറഞ്ഞാൽ അവർ നിൽക്കേണ്ടത് അസ്ഥിക്കൂമ്പാരങ്ങളുടെ മുമ്പിൽ പ്രവചിക്കാൻ നിൽക്കേണ്ടവരായി. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പെർഫെക്റ്റ് പെന്തിക്കോസ്റ്റിനെ കുറിച്ചാണ്. അനുസരണയോടെ പെന്തിക്കോസ്റ്റിൻ്റെ അനുഭവം പ്രാപിക്കുന്നവരായി. പ്രൈസ് ദി ലോർഡ്. എവിടെയാ നിൽക്കേണ്ടത്? എവിടെയാ പരിശുദ്ധാത്മാവ് ചോദിക്കുക? എവിടെയാ നിൽക്കുന്നത്? ആർ യു സ്റ്റേയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ്? നീ നിൽക്കുന്ന ഇടം ശരിയായിട്ടുള്ള ഇടമാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, അങ്ങനെ അല്ല എങ്കിൽ സ്റ്റേ ഇൻ ദ പ്ലേസ് വെയർ ഗോഡ് വാണ്ട്സ് യു ടു ബി. നീ നിൽക്കേണ്ടുന്ന ഇടം ഇന്ന് പകൽ തിരിച്ചറിയുക. ഞാൻ നിൽക്കേണ്ടത് കർത്താവ് പറയുന്ന ഇടത്താകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്നു. സ്റ്റേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതനുസരിക്കാൻ തയ്യാറാകുമോ? പ്രൈസ് ദി ലോർഡ്.
ക്ഷീണിച്ചു പോയെടുത്തു നിന്ന്, തളർന്നു പോയെടുത്തു നിന്ന് നിന്നെ വിടുവിച്ച് കൊണ്ടുവന്നത് നിന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഉറപ്പിച്ച് നിർത്താൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട്. അതിന് നീ തയ്യാറാകണം. ഈ കമാൻഡ് അനുസരിക്കണം. സ്റ്റേ. ഓടി നടക്കുന്നവരായിട്ടല്ല, ഞാൻ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായി, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നിൽക്കുന്ന ഇടത്തായി, ദൈവത്തിൻ്റെ പദ്ധതിക്കായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി ഞാൻ നിൽക്കാൻ തയ്യാറാണ്. ഈ വാക്ക് ഞാൻ അനുസരിക്കും കർത്താവേ എന്ന് പറയാൻ ആരുണ്ട്? Glory to God. Shibala rokholobo riyara babala shabakara dura regalkara diyara babala. വെയിറ്റ് ചെയ്യാൻ, കാത്തിരിക്കാൻ തയ്യാറാകുന്ന ആരുണ്ട്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നീ അതിന് തയ്യാറാകുമോ? നിന്നെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, നിന്നെക്കുറിച്ചൊരു പ്ലാൻ എനിക്കുണ്ട്, നിന്നെ ഉപയോഗിക്കുവാൻ ഒരു പരിപാടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി എനിക്ക് ആവശ്യമായത് ഉപയോഗിക്കണമെങ്കിൽ നീ അതിനുവേണ്ടി കാത്തിരിക്കണം. അതിന് തയ്യാറാണോ? എക്സ്പെക്റ്റേഷനോടുകൂടി കാത്തിരിക്കുവാൻ തയ്യാറാണോ? ഗ്ലോറി ടു ഗോഡ്. അനുസരിക്കാമോ? ഈ വാക്കനുസരിക്കാമോ? കർത്താവേ, ഞാൻ തയ്യാറാണെന്ന് പറയാൻ ഇന്ന് പകൽ കഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസം വർദ്ധിക്കുന്ന പലപ്പോഴും ക്ഷീണിച്ചു പോയ അനുഭവത്തിൽ, പലപ്പോഴും തളർന്നു പോയ അനുഭവത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നിന്റെ മേൽ വെളിപ്പെടുകയാ. എന്തിനാ? നിന്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, എഴുന്നേൽപ്പിക്കുന്ന ഒരു ശക്തിയായി, നിന്റെ വിശ്വാസത്തിൽ ഉയർന്നു വരുന്ന ഒരു ശക്തിയായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുകയാ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടാതെ ഇരിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ ആ നാമം ഉപയോഗിക്കാൻ പോകുക.